Assalamualaikum. Hi friends, welcome back. Zainusfoodtube എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ദീപാവലിയല്ലേ വരുന്നു. അപ്പോൾ ഇന്നൊരു സ്വീറ്റ്സ് ആവാന്ന് വിചാരിച്ചു ഞാൻ. പാൽ പേട. ഇന്ന് നമുക്ക് പാൽപ്പൊടി വെച്ച് വളരെ ഈസിയായി എങ്ങനെ പാൽ പേട ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ അരി ചേർക്കണം, കട്ട കെട്ടാതെ ഒപ്പം ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം, അതല്ലെങ്കിൽ അത് കട്ട പിടിച്ച് ചീത്തയാവും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കട്ട പിടിക്കാതെ നന്നായി മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം, കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇതൊന്ന് കുറുകി വരണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്സാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇതിൽ ഞാൻ 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല, അതുകൂടി ചേർക്കുക. ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. പാൽപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ ഈസിയാണ്. പാലാവുമ്പോഴാണ് കുറേ വറ്റിച്ചെടുക്കേണ്ടത്. ഇത് അടി പിടിക്കാതെ നന്നായി ശ്രദ്ധിക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇതിന് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു, അടി പിടിക്കാതിരിക്കാൻ. അടി പിടിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ മാറും, അതുകൊണ്ട് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ ചെറിയൊരളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പാൽപ്പേട വേണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവിലെടുത്താൽ മതി. നേരത്തെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ നിന്ന് നന്നായി വിട്ട് വരണം. അതാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി കയ്യിലൊരു ലേശം നെയ്യാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്നിങ്ങനെ ഉരുട്ടി നോക്കാം. കണ്ടോ, ഉരുളയാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ കുറച്ചെടുത്ത് ഒന്ന് ഉരുട്ടി നോക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ പാൽപ്പേട ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ആദ്യം കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഉരുള എടുക്കുക. നമുക്ക് വേണ്ടത്ര വലിപ്പത്തിലുള്ള ഉരുള എടുക്കുക. അതിന് ശേഷം കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടുക. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വിരൽ വെച്ച് നടുവിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെക്കാം. ബദാമോ പിസ്തേ കാഷ്യൂ എന്ത് വേണമെങ്കിലും വെക്കാം. ഇതാ ഇപ്പോൾ ഒരു പാൽപ്പേട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഡിസൈൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ഉരുട്ടിയെടുക്കാം. ഒന്നുകിൽ ഞാൻ ആദ്യം കാണിച്ച ആ മെത്തേഡിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പോ ഗ്ലാസ് എന്തെങ്കിലും എടുക്കുക. ഇങ്ങനെ അടിയിൽ ഡിസൈൻ വരുന്ന കപ്പോ ഗ്ലാസ് എന്തെങ്കിലും എടുത്ത് അതിങ്ങനെ വെച്ച് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ആ മാവ് ഉരുട്ടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ കപ്പിൻ്റെ മുകളിലേക്ക് 1-2 പീസ് നട്ട്സ് വെക്കുക. എന്നിട്ട് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത മാവ് ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മാവ് ഈ കപ്പിൻ്റെ മുകളിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ചെറിയ ഡിസൈനായിട്ട് വരും. ഇനി നട്ട്സ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടാന്നുണ്ടെങ്കിൽ വെക്കാതിരിക്കാം. പക്ഷേ ചെറിയൊരു ഡിസൈൻ ഇതിന് കിട്ടും, ആ കപ്പിൻ്റെ ഡിസൈൻ. ഇത് ഈ കപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ഈ കപ്പിൻ്റെ അടിഭാഗത്ത് ഇവിടെ കുറച്ച് നെയ്യ് പുരട്ടാൻ മറക്കണ്ട. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി ബാക്കിയുള്ള പേട കൂടി ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ഞാൻ ഒരിക്കലും കൂടി വേണമെങ്കിൽ അത് കാണിക്കാം. ഇങ്ങനെ കുറച്ച് പേട എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ. എന്നിട്ട് 1-2 നട്ട്സ് എടുക്കുക. ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ അധികം നട്ട്സ് വേണമെന്നില്ല. വേണമെങ്കിൽ നട്ട്സ് വെച്ചതിന് ശേഷം കപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ നട്ട്സ് വെച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ അതുപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കുക. 2 മെത്തേഡ് ഞാൻ കാണിച്ചു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ
ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി പാൽപേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കണ്ട. പിന്നെ സാധാരണ പറയുന്നത് പോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. പലരും പറയുന്നുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസായി എൻ്റെ ദീപാവലി ആശംസകൾ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വേറെ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.